കൊന്നു കൊഴിച്ചു മൂടിയ നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടക്കും. അതിനിടെ കൊലപാതകത്തിന് മുമ്പ് തന്നെ കുഴി ഒരുക്കിയിരുന്നു എന്ന് സംശയമുണ്ട്. കുഴിയെടുക്കാൻ വന്നപ്പോൾ കൊല്ലപ്പെട്ട സുഭദ്രയെ കണ്ടിരുന്നുവെന്ന് മേസ്തിരി മൊഴി നൽകി. ഇവർക്ക് ഈ അവിഹിത ബന്ധമാണ് ഏറ്റവും കൂടുതലായിട്ട് കൊണ്ടുവന്ന് സമൂഹം പറയണത്. അപ്പോൾ ഇവർ കണ്ടുകാനും മദ്യപിക്കുകയൊക്കെ ചെയ്യും. അവിടെ കിടന്ന് ഭയങ്കര ആട്ടും കുത്തുമൊക്കെ ആയിരുന്നു ഈ പെണ്ണ്. അപ്പോൾ ഈ കാട്ടെടുത്തവനെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ഈ ആണും രണ്ടുപേരും ബന്ധമുള്ളതാണ്. അയാളുടെ എന്തോ റിലേഷൻപ്പെട്ട ഒരു പയ്യനാണ് ഈ പെണ്ണിൻ്റെ ഭർത്താവായിട്ട് നടക്കുന്നത്. അപ്പോൾ അവൻ വരുമ്പോഴാണ് മദ്യപാൻ അമിതമായിട്ട് കഴിക്കണം. വെള്ളമിറക്കാനില്ലെങ്കിൽ പിന്നെ കൽപ്പണിക്ക് പോകുമ്പോൾ രണ്ടുപേരും കൂടി പോകും. എന്നിട്ട് ഇവളെ എവിടെ പോകണമെന്ന് അറിയാൻ പറ്റില്ല. അവൾ അപ്പോൾ പോകും, അവൻ്റെ പോകും, പിന്നെ വരികയും ചെയ്യും. സന്ധ്യാകുമ്പോഴാണ് പിന്നെ വന്നത്. പിന്നെ അവിടുത്തെ ജീവിതം മോശമായിട്ടായിരുന്നു. അയൽക്കാരും ചെല്ലുകയല്ലേ തിരക്കുകയില്ല. തൊട്ടയിലും തിരമായിരുന്നു. കലവൂരിലെ വീട്ടിന് മുന്നിൽ നിന്ന് മനീഷ് മോഹിബാൽ തത്സമയം ചേരും. മനീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള മറ്റു വിവരങ്ങൾ? പറയൂ. ഗുഡ് മോർണിംഗ് SKN. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് നേരത്തെ തന്നെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് പ്രതികളെ പിടികൂടാനായിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ കൊലപാതകം എങ്ങനെ നടന്നു, അല്ലെങ്കിൽ എന്താണ് മരണകാരണം അടക്കമുള്ള കാര്യങ്ങളുടെ പ്രാഥമിക വിവരം അറിയണമെങ്കിൽ ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഞാൻ നിൽക്കുന്നത് ഇന്നലെ ഈ മൃതദേഹം കുഴിച്ചെടുത്ത ആലപ്പുഴ കാട്ടൂർ കോർത്തശ്ശേരിയിലെ ഈ വാടക വീട്ടിലെ വീട്ടുവളപ്പിലാണ്. ആ കുഴിയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ മാസം 7-ാം തീയതിയാണ് ഈ കുഴി എടുപ്പിക്കാൻ മേസ്തിരി അജയനോട് ഈ കൊലപാതകം നടത്തിയെന്ന് സംശയിക്കപ്പെടുന്ന പ്രതികളെന്ന് സംശയിക്കുന്ന ഈ മാത്യൂസും ഒപ്പം തന്നെ ഷർമിളയും ആവശ്യപ്പെട്ടതെന്നാണ് ഈ മേസ്തിരി മൊഴി നൽകിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുഴി എടുക്കുന്ന ദിവസം ഇയാൾ ഇവിടെ എത്തുമ്പോൾ നിലവിൽ കൊല ചെയ്യപ്പെട്ട സുഭദ്രയെ അന്ന് ഈ വീട്ടിൽ കണ്ടിരുന്നു എന്ന് അയാൾ പറയുന്നുണ്ട്. അന്ന് ആദ്യം കുഴിയെടുത്തപ്പോൾ ശുചിമുറി മാലിന്യം ഒപ്പം തന്നെ വീട്ടിലെ ചില ഏതാനും വേസ്റ്റുകളൊക്കെ തന്നെ കുഴിച്ചു മൂടാൻ വേണ്ടിയാണ് കുഴിയെടുക്കാൻ ആവശ്യപ്പെട്ടത്. ആദ്യം കുഴി വെട്ടി ഒരു 3 അടി താഴ്ചയിൽ കുഴി വെട്ടിയപ്പോൾ ഈ ആഴം പോരാ, ഇവിടെ വെള്ളം പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ആഴത്തിൽ കുഴി വേണമെന്ന് മാത്യൂസ് ആവശ്യപ്പെട്ടു. അതിൻ്റെ പ്രകാരം കൂടുതൽ ആഴത്തിൽ, അതായത് ഒരു 4 അടി താഴ്ചയിലേക്ക് കുഴി ആഴത്തിൽ വെട്ടി. പിന്നീട് അടുത്ത ദിവസം തുടർ ജോലിക്ക് വേണ്ടി പറമ്പ് വൃത്തിയാക്കാൻ വേണ്ടി അടുത്ത ദിവസം വന്നപ്പോൾ കുഴി മൂടി. അന്ന് പറഞ്ഞത് ഈ പരിസരത്തെ വേസ്റ്റുകളെല്ലാം എടുത്ത് കുഴി താൻ മൂടി, ഇനി പണിയുടെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ സമയത്ത് ഈ കുഴി വെട്ടാൻ വന്ന അജയന് സംശയം തോന്നിയില്ല. പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട അജയനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു. അജയൻ ഈ കൊലപാതകമായി അല്ലെങ്കിൽ ഈ ഇത്തരം വിവരങ്ങളുമായി യാതൊരു വിധത്തിലെ പങ്കുമില്ല എന്നാണ് പോലീസിൻ്റെ നിഗമനം. ഇയാൾ നിലവിൽ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട ആശുപത്രിയിലാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ മാസമാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിൻ്റെ നിഗമനം. മൃതദേഹത്തിന് ഏകദേശം 1 മാസത്തെ പഴക്കമുണ്ട്. എങ്കിൽ പോലും പോലീസ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ മാസം ഇവർ ഏകദേശം 9-ാം തീയതി ഈ വീട് പൂട്ടി ഇവിടെ നിന്നുള്ള എല്ലാ സാധന സാമഗ്രികളുമായി മടങ്ങിപ്പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ സമീപത്തെ ഒരു വീട്ടിൽ നിന്നും ഇവർക്ക് പോലീസ് സംഘത്തിൽ ലഭിച്ചിരുന്നു. എങ്കിൽ പോലും കഴിഞ്ഞ മാസം ഇവർ അന്വേഷണ സംഘമോ അല്ലെങ്കിൽ നാട്ടുകാരോ ഒക്കെ തന്നെ അറിയാതെ കഴിഞ്ഞ മാസം ഇവിടെ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി, റെയ്നോൾഡ് എന്നൊരു പേരുള്ള ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഈ പ്രതികളെന്ന് സംശയിക്കുന്ന ഈ മാത്യൂസും ഒപ്പം തന്നെ ഷർമിളയും ഇവിടെ എത്തിയതായിട്ടാണ് പോലീസിന് സംശയം. ഈ വീടിനെ സംബന്ധിച്ച് നാട്ടുകാർക്കൊക്കെ ഏറെ ദുരൂഹതയാണ്. കാരണം ഈ വീട്ടിൽ താമസിക്കുന്ന ഇരുവരും രാത്രി 8 മണി കഴിഞ്ഞാൽ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്ത് വാതിലുകളും ജനലുകളും എല്ലാം അടച്ചുള്ള ജീവിതമാണ്. നിത്യവും മദ്യപാനത്തിന് ശേഷം ഇരുവരും തമ്മിലുള്ള സംഘർഷമുണ്ട്. നേരത്തെ തന്നെ ഷർമിള മാത്യൂസിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിൽ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പേർക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളതായാണ് പോലീസ് മനസ്സിലാക്കുന്നത്. 7-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മാത്യൂസ് വഴിയിൽ കൂടി പോകുന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയാണ്. പിന്നീട് അത് ഇരു കൂട്ടരും ചേർന്ന് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലം തിരിഞ്ഞ പ്രതികളാണ്. ഒപ്പം തന്നെ പോലീസ് ഈ സമയത്ത് മനസ്സിലാക്കി, ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. അതായത് കാണാതാകുന്ന സമയത്ത് സുഭദ്രയുടെ ശരീരത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മൃതദേഹം കിട്ടിയ സമയത്ത് ഇല്ലായിരുന്നു. ഈ സ്വർണം പണയം വെച്ചത് ഷർമിള മാത്രമാണ്. ഷർമിളയാണ് ആലപ്പുഴ നഗരത്തിലെ ഒരു ജ്വല്ലറിയിൽ പോയി ഈ സ്വർണം പണയം വെച്ചത്. ഒപ്പം തന്നെ ഉടുപ്പിയിലും കഴിഞ്ഞ ദിവസം ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ സ്വർണം പണയം വെച്ചത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരും ഒരുമിച്ച് തന്നെയാണോ ഉള്ളത്? ഒളിവിൽ കഴിയുമ്പോൾ ഇവർ ഒരുമിച്ചാണോ ഉള്ളത്? ആലപ്പുഴയിൽ നിന്ന് ആരെങ്കിലും സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ടോ? തെളിവ് നശിപ്പിക്കാനടക്കം ആരെങ്കിലും ഈ നാട്ടിലുള്ള ആളുകൾ ഇവരെ ഇപ്പോഴും സഹായിക്കുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്ന വിവരം അനുസരിച്ച് എത്രയും വേഗം മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പ്രതികൾ വലയിലാകുമെന്നാണ് അന്വേഷണ സംഘം പങ്കുവയ്ക്കുന്നത്. SK.
ഓക്കെ, താങ്ക് യു മനീഷ് മൊഹിബാൽ. ഇനി അന്വേഷണം നടക്കുന്ന മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, എന്തൊക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഈ കേസിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമായും അവ്യക്തമായും ഒക്കെ ലഭിക്കുന്നത്? എസ്കെൻ, ഈ കുഴിയെടുത്ത മേസ്ത്രിയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ സാക്ഷിയായി പോലീസ് കണക്കാക്കുന്നത്. അയാളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഈ പ്രതികൾ രണ്ടുപേരെയും ഉടൻ തന്നെ പിടിയിലാകും, അല്ലെങ്കിൽ അവർ നിരീക്ഷണത്തിലാണ് എന്നൊരു സൂചന പോലീസ് നൽകുകയുമുണ്ട്. ഡിവൈഎസ്പി മധുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൃത്യമായ ഡയറക്ഷനിലൂടെ അന്വേഷണം പോകുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയുള്ളത് പോസ്റ്റ്മോർട്ടമാണ്. സുഭദ്രയുടെ മൃതദേഹം സുഭദ്രയുടെ എന്ന് കരുതുന്ന മൃതദേഹം ഇന്നലെ അവിടെ നിന്ന് കണ്ടെത്തിയിരുന്നു. അതിന്റെ കാലപ്പഴക്കം അടക്കം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. 1 മാസമായി സുഭദ്രയെ കാണാനില്ല എന്ന പരാതി വന്നിട്ട്. അപ്പോൾ എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും പുറത്ത് വരിക. DNA ഉൾപ്പെടെ പരിശോധിക്കും. അങ്ങനെയായിരിക്കും സ്ഥിരീകരണത്തിലേക്ക് എത്തുക. ഈ കേസിലെ ഏറ്റവും നിർണായകമായ നടപടിയും ഈ പോസ്റ്റ്മോർട്ടം തന്നെയായിരിക്കും. പ്രതികളിലേക്ക് ഉടൻ എത്താനാകും. ഉടുപ്പി അടക്കമുള്ള സ്ഥലങ്ങളിൽ പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഈ കൊലപാതകത്തിന് ശേഷം കുറച്ചുനാൾ ഈ പ്രതികൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രതികൾ ഇവിടെ നിന്ന് മുങ്ങിയത് എന്ന് പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവർക്ക് ചില പ്രാദേശിക സഹായങ്ങൾ ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. അത്തരം ഒരു സംശയത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കേസിൽ പ്രതികളുടെ എണ്ണത്തിൽ കൂടുതൽ പേർ, അതായത് മാത്യുവും നിലവിൽ ശർമിള, അവർക്ക് പുറമെ മറ്റ് സഹായികൾ എന്ന രീതിയിൽ കൂടുതൽ പ്രതികൾ എത്താനുള്ള സാധ്യതയും പോലീസ് പങ്കുവെക്കുന്നു. ഇന്ന് തന്നെ പ്രതികളെ പിടികൂടും എന്നാണ് ലഭ്യമാകുന്ന വിവരം. എസ്കെൻ, താങ്ക് യു. വേണുഗോപാലൻ കല്ലറയ്ക്കലിൻ്റെ ഒരു യൂട്യൂബ് സന്ദേശം